ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 BB ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി എത്തിയ ഷിയാസ് കരീം ലക്ഷ്മിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത്, ഞാൻ നിൻ്റെ ഒരു സഹോദരനെ പോലെയാണ് പറയുന്നത്. നീ 2018 ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് അതിവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം പോയി വായിക്കണം, അത് നോക്കണം എന്നത്. ഷിയാസ് കരീമും ലക്ഷ്മിയും ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു പോസ്റ്റ് ലക്ഷ്മി 2018 ഇട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ ആദില നൂറ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്താണ് എന്നുള്ളത് പറയാനായിട്ട് ബിഗ് ബോസ് അനുവദിച്ചില്ല. കാരണം പുറത്തുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അകത്ത് സംസാരിക്കരുത് എന്നൊരു റൂൾ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആ ഒരു സമയത്ത് വോൺ ചെയ്യുകയായിരുന്നു. അതിനുശേഷം പിന്നീടും ഷാനവാസ് പറയുന്നുണ്ട്, ഷിയാസ് കരീം പറയുന്നുണ്ട്, എല്ലാവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണം, നീ ഒരിക്കലും ജെൻഡർ സംസാരിക്കരുത്, സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്, അവരെക്കുറിച്ചൊന്നും പറയരുത്, എല്ലാവർക്കും ജീവിക്കണം, എല്ലാവർക്കും അതിനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ആദില നൂറ വിഷയം അത് പുറത്ത് കത്തിക്കയറിയിട്ടുണ്ട് എന്നുള്ളത് ലക്ഷ്മിക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശോഭ വിശ്വനാഥ് വന്ന സമയം മുതൽ ലക്ഷ്മിയാണ് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അഴുക്ക് കളയാനായിട്ട് 2-3 വട്ടം കുളിക്കാനായിട്ടൊക്കെ പറയുന്നുണ്ട്. ഷിയാസ് കരീമും ഈ ഒരു കാര്യം പറഞ്ഞതോടുകൂടി ലക്ഷ്മിക്ക് ഏകദേശം മനസ്സിലായിട്ട് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നിട്ടും അത്രയധികം ഫയർ ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും പുറത്ത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടാവുക എന്നതിനെപ്പറ്റി ലക്ഷ്മിക്ക് വ്യക്തമായ ഒരു അവബോധം ഉണ്ട്. ഇന്നിപ്പോൾ ശോഭ വിശ്വനാഥ് ആരെയൊക്കെ ആദില നൂറയും വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി മാത്രം കൈ പൊക്കി. ഞാനിവിടെ ജെൻഡർ സംസാരിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് നോർമലൈസ് ചെയ്യാനും ജനറലൈസ് ചെയ്യാനും അല്പം ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യമാണ് ലക്ഷ്മി വീണ്ടും പറയുന്നത്. എന്തായാലും ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ട് താൻ പുറത്ത് പക്ക നെഗറ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.